ഹലോ, ഈ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. അപ്പോൾ ഇതെന്ന് പറയുമ്പോഴത്തേനും എൻ്റെ വീക്കെൻഡ് അല്ലെങ്കിൽ സാറ്റർഡേയിലെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. പിന്നെ കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ ഹോം മെയ്ഡ് ഡിഷസ്, ഹോംലി മീൽസ് ഒക്കെ കണ്ട് ബോറടിച്ച് വീഡിയോ പകുതി വെച്ച് സ്കിപ്പ് ചെയ്ത് പോകുന്നവർക്ക് പുറത്ത് എന്തെങ്കിലും റെസ്റ്റോറൻറ്റിലെ ഡിന്നറോ കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ടുള്ള വിശേഷങ്ങളോ ഫുഡോ ഒക്കെ കാണണം എന്നുള്ളവർക്ക് നമ്മുടെ വീക്കെൻഡ് വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ അല്ലെങ്കിൽ സാറ്റർഡേ അല്ലെങ്കിൽ ഫ്രൈഡേ ഉള്ള അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത് കാണാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ഒക്കെ നമ്മൾ വീട്ടിൽ തന്നെയാണ് ഹോം മെയ്ഡ് ഡിഷസ് തന്നെയാണ് റെഡിയാക്കുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ മക്കളൊക്കെ ആയിട്ട് നിൽക്കുകയൊക്കെ ആയിട്ട് ഒന്ന് റെസ്റ്റോറൻറ്റിൽ ഡിന്നർ കഴിക്കാൻ പോകുന്നുണ്ട്. ആ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇതിൻ്റെ എൻഡിൽ ഏറ്റവും ലാസ്റ്റ് ഡിന്നർ ടൈമിൽ നമ്മൾ ഡിന്നർ ടൈമിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്നത്തെയും പോലെ തന്നെ നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോഴത്തേനും നമ്മളിതാ റെഡിയാക്കുന്നത് മുട്ടക്കറിയായിരുന്നു. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് നല്ല വെന്ത് അലിഞ്ഞ് ടൊമാറ്റോയും ഗ്രീൻ ചില്ലിയും കറിവേപ്പിലയും സവോളയൊക്കെ നല്ല വെന്ത് അലിഞ്ഞിട്ടുള്ള ഒരു തരം തേങ്ങാപ്പാൽ ചേർത്തിട്ടുള്ള കുറച്ച് സ്വീറ്റായിട്ടുള്ള മുട്ടക്കറി. അപ്പോൾ അതിൻ്റെ കൂടെ രാവിലെ കഴിക്കാനായിട്ട് ഇടിയപ്പമാണ്. അപ്പോൾ നല്ല അടിപൊളി ഇടിയപ്പവും മുട്ടക്കറിയുമാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സാറ്റർഡേ സ്പെഷ്യൽ അല്ലെങ്കിൽ വീക്കെൻഡ് സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ എന്നത്തെയും പോലെ തന്നെ ഒരു കപ്പ് ചൂട് ചായ. അപ്പോൾ പിന്നെന്താ, നമ്മളിവിടെ നമ്മുടെ ഇന്നത്തെ ലഞ്ചും വളരെ സ്പെഷ്യലാണ്. അപ്പോൾ അതും ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ശനിയാഴ്ച ദിവസങ്ങളിലും ഞായറാഴ്ച ദിവസങ്ങളിലുമാണ് ഇക്ക ലഞ്ചിനുള്ളത്. അപ്പോൾ ഇക്ക വീട്ടിലുള്ള ദിവസങ്ങളിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ നോർമൽ ലഞ്ചാണെങ്കിലും കുറച്ചും കൂടെ കറികളൊക്കെ കൂട്ടി വിഭവസമൃദ്ധമായിട്ടുള്ള ഒരു ലഞ്ചാക്കും. അല്ലെങ്കിൽ ഗീ റൈസ് വിത്ത് നമുക്ക് ബീഫാണോ ചിക്കനാണോ ഇഷ്ടം അങ്ങനെ ചെയ്യും. അല്ലെങ്കിൽ ബിരിയാണി എന്ന് പറയുന്നത് ചിക്കൻ ബിരിയാണിയൊക്കെ ചെയ്യുന്നതും ഇതുപോലെ സാറ്റർഡേയ്സിലോ സൺഡേയ്സിലോ ഒക്കെയാണ്. അപ്പോൾ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ കൂടുതലും വീക്ക് ഡേയ്സിലൊക്കെ കൂടുതലായിട്ടും നമ്മൾ നോർമലായിട്ടുള്ള ചോറും ഒന്നോ രണ്ടോ കൂട്ടം സിമ്പിളായിട്ടുള്ള എൻ്റെ ഫേവറേറ്റ്സ് കറികൾ ഒക്കെ വെച്ചിട്ടുള്ള സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും കറികളായിരിക്കാം. അപ്പോൾ വീക്ക് ഡേയ്സിൽ ഞാൻ വെക്കുന്ന പല കൂട്ടം കറികളും ഇക്കാക്ക് ഒട്ടും ഇഷ്ടപ്പെട്ട കറികളല്ല. ഇക്കാലം ഇല്ലാത്ത ദിവസങ്ങളിലാണ് ഞാൻ എൻ്റെ ഇഷ്ടത്തിനുള്ള കുറച്ച് കറികളും കാര്യങ്ങളും ഒക്കെ ലഞ്ചിനായിട്ടൊക്കെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതായത് കുക്ക് ചെയ്യുന്നതും കഴിക്കുന്നതും വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതും. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി എടുത്തിരിക്കുന്നത് 3 ഇടിയപ്പവും വളരെ ടേസ്റ്റി ആയിട്ട് കുറച്ച് മുട്ടക്കറിയും പിന്നെ ഒരു ബോയിൽഡ് എഗ്ഗും ഒരു വലിയ കപ്പിൽ ചൂട് ചായയുമാണ്. അപ്പോൾ ഏലക്കയൊക്കെ ഇട്ട് നല്ല പതപ്പിച്ച് കുറച്ച് കടുപ്പമൊക്കെ ഇറങ്ങിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ചായ. അപ്പോൾ ഇടിയപ്പം എന്ന് പറയുമ്പോഴത്തേനും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം. പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഇടിയപ്പം. അപ്പോൾ നമ്മളിവിടെ കോമണായിട്ട് അരിപ്പൊടിയൊക്കെ കോമണായിട്ട് വാങ്ങിക്കുന്നത് ഇടിയപ്പത്തിനാണെങ്കിലും പത്തിരിക്കാണെങ്കിലും കൈറൊട്ടിക്കാണെങ്കിലും നമ്മൾ കോമണായിട്ട് അരിപ്പൊടിയൊക്കെ വാങ്ങിക്കുന്നത് അജ്മിയുടെ അരിപ്പൊടിയാണ്. അപ്പോൾ വളരെ അടിപൊളിയായിട്ടുള്ള സൂപ്പറായിട്ടുള്ള രീതിയിൽ നമുക്ക് എല്ലാം കിട്ടാറുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് ഫ്രൂട്ടായിട്ട് എന്തെങ്കിലും കഴിക്കാൻ തോന്നി. വാട്ടർമെലൺ വളരെ ടേസ്റ്റി ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള വാട്ടർമെലൺ. അപ്പോൾ നമ്മൾ ദുബായ് ഒർസാനിൽ നിന്ന് ഇപ്പോൾ ഷാർജയിലേക്ക് താമസം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മൾ തൊട്ട് അടുത്ത് നമ്മൾ ഒരു ഫ്രഷ് കാർട്ട് എന്ന് പറയുന്ന ഒരു ഒരു മാർക്കറ്റുണ്ട്, സൂപ്പർ മാർക്കറ്റുണ്ട്. അവിടെ ഫ്രൂട്ട്സൊക്കെ നമ്മൾ ഹൈ ക്വാളിറ്റിയാണ്, വളരെ ടേസ്റ്റിയാണ്, നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രൂട്ട്സ് നമുക്കിപ്പോൾ വളരെ ഈസിലി അവൈലബിൾ ആണ്. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് നമ്മൾ കഴിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഫ്രൂട്ടായിട്ട് എടുത്തിരുന്നത് വാട്ടർമെലൺ ആണ്. പിന്നെ ഇനി അടുത്തത് ഞാൻ ഒരു റെസിപ്പി വീഡിയോ ഞാൻ അടുത്ത ദിവസം ചെയ്യാം. ഇന്ന് കുറച്ച് മുന്നേ ഞാനൊരു റെസിപ്പി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഫ്രഞ്ച് ടോസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ബോംബെ ടോസ്റ്റ് എന്നൊക്കെ പറയുന്ന അതിൻ്റെ എൻ്റെ വീഡിയോ കാണാത്തവർ ചെന്ന് കാണുക. എൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഞാൻ അടുത്ത ദിവസത്തേന് ഞാനൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യുന്നത് എൻ്റെ ഈ ഒരു ചിക്കൻ ദം ബിരിയാണിയാണ്. നമ്മൾ പൊരിച്ചിട്ട് ദം ചെയ്ത് വെച്ച ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സാറ്റർഡേ ആണ്. അപ്പോൾ സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ ഇക്കായൊക്കെ
ഒക്കെ കഴിക്കാനുണ്ട്. അതുകൊണ്ട് ഇന്ന് സ്പെഷ്യലായിട്ടൊരു ലഞ്ച് തന്നെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, നമ്മൾ ആദ്യമൊക്കെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് ചിക്കനൊക്കെ പൊരിച്ച് കോരി മാറ്റി അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ദം ബിരിയാണിയാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇതിൻ്റെ വാട്ടർ ഈറ്റിൻ്റെ ഡേ ആണല്ലോ, അപ്പോൾ വാട്ടർ ഈറ്റിൻ്റെ ഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് വിളമ്പുന്നതും കഴിക്കുന്നതും ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുള്ളൂ. എന്നാൽ എൻ്റെ വളരെ ഈസി ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ ദം ബിരിയാണിയുടെ റെസിപ്പി എന്ന് പറയുന്നത് നെക്സ്റ്റ് ഡേയിൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം ബാച്ചിലേഴ്സിനാണെങ്കിലും അതുപോലെ തന്നെ തുടക്കക്കാർ, വളരെ തുടക്കം, നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ഹസ്ബൻഡിന് പുതുമോടിയോടുകൂടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടല്ലോ, അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി കൊടുക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. ഞാൻ അത്ര വലിയ ബിരിയാണി എക്സ്പേർട്ടൊന്നും അല്ല, പക്ഷേ കുക്ക് ചെയ്ത് റെഡിയാക്കി വന്നപ്പോഴത്തേനും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ബിരിയാണി എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ നോർമലി ദം ബിരിയാണി വെക്കുന്നതിനേക്കാളും ഭയങ്കര എക്സ്ട്രാ ടേസ്റ്റാണ് പൊരിച്ചിട്ട് വെക്കുന്ന ചിക്കൻ ബിരിയാണി എന്ന് പറയുന്നത്. എനിക്ക് പലതും കഴിച്ച് നോക്കിയപ്പോഴത്തേനും ഇതിന് ഭയങ്കര ഒരു എക്സ്ട്രാ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ഫീൽ ചെയ്തു. പിന്നെ ഇതെന്ന് പറയുന്നത് ഡേറ്റ്സ് ആൻഡ് ലെമൺ പിക്കിളാണ്, നമ്മുടെ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുത്ത ഹോം മെയ്ഡ് ഡേറ്റ്സ് ലെമൺ പിക്കിളാണ്. പിന്നെ കേർഡ് വിത്ത് റൈത്ത, കേർഡ് സവോളയും കുറച്ച് പച്ചമുളകും ഉപ്പും ഒക്കെ ഇട്ട് കുറച്ച് റൈത്ത എടുത്തിട്ടുണ്ട്. പിന്നെ പപ്പടം എടുത്തിട്ടുണ്ട്. നമ്മളെന്ന് പറയുന്നത് ഈ മിൻറ്റ് ചട്നി ഉണ്ടല്ലോ, അതായത് മല്ലിയില പുതിന ഇല ചട്നി, അതിൻ്റെ ഒരു ലവ്വറല്ല നമ്മൾ. അതുകൊണ്ടാണ് എൻ്റെ ബിരിയാണിയുടെ സൈഡിൽ ചമ്മന്തി കാണാത്തത്. പിന്നെ ബിരിയാണിയിലും അധികം മല്ലിയിലയും പുതിനയിലയും ഇല്ല. കാരണം ഒരു എന്താ പറയുക, വീഡിയോ ഞാൻ ബിരിയാണിയുടെ റെസിപ്പി വീഡിയോ എടുത്ത സമയത്ത് ലാസ്റ്റ് തമ്പനയിൽ സെറ്റ് ചെയ്യാൻ നേരത്ത് എനിക്ക് തോന്നിയിരുന്നു കുറച്ച് മല്ലിയില പുതിനയില ഉണ്ടായിരുന്നെങ്കിൽ ഡെക്കറേഷൻ ആ ഒരു തമ്പനയിലിന് ഒരു ഭയങ്കര ഒരു ബ്യൂട്ടി, ഒരു ഭംഗി കൂടിയെന്ന് എനിക്ക് തോന്നി. പക്ഷേ നമുക്ക് കഴിക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോയിലും ഫോട്ടോസിലും ഒന്നും ഞാൻ ആ ഒരു മല്ലിയില പുതിനയില ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. ഓക്കെ, അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വയറ് നിറച്ച് ബിരിയാണിയൊക്കെ കഴിച്ച് നല്ല ആസ്വദിച്ച് ബിരിയാണിയൊക്കെ കഴിച്ചതിന് ശേഷം വൈകുന്നേരം ഒരു 6:37 ആയി. അപ്പോൾ ഇന്ന് വീക്കെൻഡാണ്. അപ്പോൾ ഡിന്നറിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് പുറത്തേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ വൈകുന്നേരം എന്തെങ്കിലും ചായയോ അതിൻ്റെ കൂടെ എന്തെങ്കിലും കൂട്ടി കഴിച്ചതിന് ശേഷം പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഇപ്പോൾ റെഡിയാക്കുന്നത് നമ്മുടെ കുറച്ച് മുന്നേ ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്, റെസിപ്പിയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബോംബെ ടോസ്റ്റ് അല്ലെങ്കിൽ ഫ്രഞ്ച് ടോസ്റ്റാണ്. ഇതിൽ ഞാൻ റെസിപ്പിയും കാര്യങ്ങളും ഒന്നും പറയുന്നില്ല. കുറച്ച് ബട്ടറിലാണ് മക്കൾക്കും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടേസ്റ്റും അതുപോലെ തന്നെ ഹെൽത്തിയുമായിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ബട്ടറിൽ നമ്മുടെ ഫ്രഞ്ച് ടോസ്റ്റ് ഓരോന്നായിട്ട് റെഡിയാക്കി എടുക്കുകയാണ്. വളരെ ടേസ്റ്റി ആയിരുന്നു, വളരെ യമ്മി ആയിരുന്നു, ഡിലീഷ്യസ് ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ ഒന്ന് ചെന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ എൻ്റെ ഇത് ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ റെസിപ്പി വീഡിയോയുടെ ഫോട്ടോ സെക്ഷന് വേണ്ടിയിട്ട് തമ്പനെയിലിന് വേണ്ടിയിട്ട് 2-3 ഫോട്ടോസൊക്കെ എടുക്കുന്നതാണ്. അതിനുശേഷം നല്ല ചൂട് ചായയും കൂട്ടിയിട്ട് നല്ല അടിപൊളി ബോംബെ ടോസ്റ്റ് അല്ലെങ്കിൽ ഫ്രഞ്ച് ടോസ്റ്റ് നമ്മൾ കഴിച്ചതിന് ശേഷം കുറച്ച് ലേറ്റായിട്ട്, നമ്മൾ സാറ്റർഡേയിൽ ഡിന്നറാണ് നമ്മുടെ പ്ലാനെങ്കിൽ, റെസ്റ്റോറൻറ്റ് ഡിന്നറാണ് നമ്മുടെ പ്ലാനെങ്കിൽ നമ്മൾ അത്യാവശ്യം ഒരു 8:39 കൂടിയിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അതേ സമയത്ത് കുട്ടികളൊക്കെ ആയിട്ടൊന്ന് മാളിലേക്ക് പോകണം, ഒന്ന് പുറത്ത് ഔട്ടിങ് വിശേഷങ്ങളൊക്കെ കാണണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കുറച്ചും കൂടെ നേരത്തെയൊക്കെ പോകും. ഇപ്പോൾ ക്ലൈമറ്റ് ഒട്ടും സ്യൂട്ടബിൾ അല്ല, അനുയോജ്യമല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ക്ലൈമറ്റ് പരമായിട്ട് ഇനിയിപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് ഒന്ന് സ്യൂട്ടാകണമെങ്കിൽ, ഒന്ന് ഓക്കെ ആകണമെങ്കിൽ നമുക്കൊരു ഒക്ടോബർ നവംബർ എങ്കിലും ആവണം. എന്താണേലും അതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ട് ഡിന്നർ കഴിക്കാൻ പോകുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതാ 2-3 എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇക്കാക്കും മക്കൾക്കും ഒക്കെ കൊടുത്തു. എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു 2-3 ബ്രെഡ് ഫ്രഞ്ച് ടോസ്റ്റും അതുപോലെ തന്നെ ഒരു കപ്പ് ചൂട് ചായയൊക്കെ കൂട്ടി നമ്മൾ കഴിക്കുകയാണ്. ഇതെന്ന് പറയുന്ന ഒരു 5:36 കൂടിയിട്ടാണ് നമ്മൾ ഡിന്നറിന് വേണ്ടി പോകുന്നത്. ഒരു 8:30-9 മണി ഒക്കെ ആകുമ്പോഴത്തേനാണ് നമ്മൾ ഡിന്നറിന് വന്ന് കുറച്ച് ലേറ്റായിട്ട് നമ്മൾ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ പോകുന്നുള്ളൂ. അത്യാവശ്യം ഒന്ന് വിശക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഇരുന്നു. അപ്പോൾ ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഒരു ഫിലിമൊക്കെ കണ്ട് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ഇരിക്കുകയാണ്. അപ്പം എൻ്റെ വളരെ ടേസ്റ്റി ഇത്രയും നേരം ഞാൻ ഷെയർ ചെയ്തത് എൻ്റെ ഹോം മെയ്ഡ് ഡിഷസ് തന്നെയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ചായിട്ടും അതുപോലെ തന്നെ ഈവനിങ് ടീ ആൻഡ് സ്നാക്ക് വിശേഷമായിട്ട്. അപ്പോൾ ഇനി നമ്മൾ
വീക്കെൻഡ്സിൽ മാത്രം, സാറ്റർഡേയ്സിലോ മാത്രം കണ്ടുവരുന്ന നമ്മുടെ ഔട്ടിംഗ് വിശേഷം കൂടി ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ ഇതാ ഞാൻ മക്കളെയൊക്കെ റെഡിയാക്കി ഞാൻ പോവുകയാണ്. അപ്പോൾ ഇത് എൻ്റെ 2 മക്കൾ, സാറായും സൈറായും. അപ്പോൾ ഇളയ മോള് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ മോൾക്ക് ഇപ്പോൾ ഏകദേശം ഒരു 2 മാസം ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതാ നമ്മൾ 2 മാസം ആകുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഏകദേശം ആഴ്ചയിൽ ഒന്നിങ്ങനെ പുറത്ത് പോകണമല്ലോ, വീട്ടിൽ തന്നെ നമ്മൾ കൂടിയിരിക്കുമ്പോഴത്തേക്കും നമ്മളൊക്കെ വല്ലാണ്ടാവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒന്ന് നമ്മൾ കുട്ടികളുമായിട്ടൊന്ന് പുറത്ത് പോയി ഒരു റെസ്റ്റോറൻറ്റ് ഡിന്നർ ഒക്കെ കഴിക്കാറുണ്ട്. പോരാത്തതിന് സാറായ്ക്ക് ഇപ്പോൾ വെക്കേഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങനെ അപ്പം മക്കൾക്കും ഒന്ന് റിലാക്സ് ആവും, അവർക്കും ഒരു എന്താ പറയുക, നമ്മളിങ്ങനെ ആഴ്ചയിലൊന്ന്, ഒരുപാട് വേണ്ട, അധികമാവണ്ട, ആഴ്ചയിലൊന്നെന്നുള്ള രീതിയിലാണ് നമ്മൾ മക്കളും നമ്മളും ഒക്കെ ഒന്ന് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ഏതായാലും നമ്മുടെ ഡിന്നർ എന്ന് പറയുന്നത് ഇവിടെയാണ്, ഈ ഒരു റെസ്റ്റോറൻറ്റിലാണ്. ദി ചാർക്കോൾ ഷാക്ക് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ്. നമ്മൾ കിസൈസിലാണ് വന്നെത്തിയിരിക്കുന്നത്. അപ്പോൾ കിസൈസിൽ നമ്മളിപ്പോൾ ഷാർജയിലാണ് താമസിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് ദ ഷാക്ക് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാണ്. അപ്പോൾ നമ്മൾ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൗഡായിരുന്നു. കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്തു. പിന്നെ എൻ്റെ കയ്യിൽ കുഞ്ഞുള്ളത് കൊണ്ട് അവർ കടയുടെ ഉള്ളിൽ ഒരു സീറ്റൊക്കെ ഇട്ട് തന്ന് നമുക്കൊരു VIP രീതിയിൽ നമ്മളെ അവർ ട്രീറ്റ് ചെയ്തു. കാരണം ന്യൂ ബോൺ ബേബി നമ്മുടെ കയ്യിലിരിക്കുവാണല്ലോ. എന്തായാലും കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ഒരു 30-45 മിനിറ്റ്സ് എങ്കിലും വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മളിതാ ഡിന്നർ കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ കയറി. അപ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി ഫുഡ്, ഒരു രക്ഷയില്ല. നമ്മൾ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ചോക്ലേറ്റ് കുനാഫ ഫിൽ ചെയ്തിട്ടുള്ള ഒരു പേസ്ട്രിയാണ് കഴിച്ചത്. അപ്പോൾ ഒരെണ്ണേ നമ്മൾ വാങ്ങിച്ചോളൂ. നമ്മളെല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചു. കാര്യം വെച്ചാൽ സ്വീറ്റാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ആവശ്യത്തിന് ഒരു പേസ്ട്രി വാങ്ങിച്ച് നമ്മളെല്ലാവരും ഷെയർ ചെയ്ത് കഴിച്ചു. പിന്നീട് ഫ്രഞ്ച് ഫ്രൈസ്. അപ്പോൾ മക്കൾക്ക് ഫ്രഞ്ച് ഫ്രൈസ് വേണമെന്ന് പറഞ്ഞു. അതിൻ്റെ കൂടെ വളരെ ക്വാളിറ്റിയുള്ള, വളരെ യമ്മി ആയിട്ടുള്ള ഡൈനാമിറ്റ് സോസും കൂട്ടിയിട്ട് നമ്മൾ ആ ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചു. അതിനുശേഷം പിന്നീട് നമ്മളൊരു ബിഗ് ഷവർമയാണ് ഓർഡർ ചെയ്തത്. അതും എന്തോ ഒരു മയണൈസോ എന്തോ ഒരു സംഭവമായിരുന്നു. നല്ല ക്വാളിറ്റിയുള്ള, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഷവർമ. അപ്പോൾ അതിനുശേഷം നമ്മളിതാ നമ്മുടെ ആ ഒരു കുനാഫ ചോക്ലേറ്റ് കേക്ക് ഉണ്ടല്ലോ, അത് വായിലിട്ട് അലിഞ്ഞു പോകും. ഹേസൽനട്ടും കാഷ്യൂനട്ടും ഒക്കെ അതിൻ്റെ ഉള്ളിൽ കടിക്കാനുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ട് മക്കൾക്ക് ഞാൻ പ്ലേറ്റിൽ അവർക്ക് വേണ്ട ഐറ്റംസ് ഞാൻ പ്ലേറ്റിൽ ഒരു സ്പൂണും ഒക്കെ വെച്ച് കൊടുത്ത്, ഫോർക്കും സ്പൂണും ഒക്കെ വെച്ച് കൊടുത്ത് കഴിക്കാൻ പറഞ്ഞ് മക്കൾക്ക് ഞാൻ വെച്ച് കൊടുത്തിരിക്കുകയാണ്. ഇതെന്ന് പറയുന്നത് എൻ്റെയും സാറയുടെയൊക്കെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള 1-2 ഡിഷസാണ്. വൈറ്റ് സോസ് പാസ്തയാണ്, ചിക്കൻ ചീസ് ഫിൽഡ് വൈറ്റ് സോസ് പാസ്ത. ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. എൻ്റെയും സാറയുടെയും ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എന്താ പറയുക, അടിപൊളി സ്റ്റാൻഡേർഡായിട്ട് നല്ല രീതിയിൽ തന്നെയാണ് അവർ നമുക്ക് തന്നത്. അപ്പോൾ ചിക്കൻ്റെയൊക്കെ വലിയ ബോൺലെസ് പീസസ് ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ചീസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് കഴിക്കുമ്പോൾ തന്നെ ആ ബട്ടറിൻ്റെ ആ ഒരു ഫ്ലേവർ, ആ ഒരു ടേസ്റ്റ് നമ്മുടെ വായിൽ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് പെന്നെ പാസ്തയാണ്. അപ്പോൾ എന്താണേലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി യമ്മി ആയിട്ടുള്ള വൈറ്റ് സോസ് പാസ്ത. പിന്നെ ഇതെന്ന് പറയുന്നത് മാഷ്ഡ് പൊട്ടറ്റോ വിത്ത് ഒരു മഷ്റൂം സോസാണ്. അതും ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പം നല്ല ആസ്വദിച്ച്. പിന്നെ എനിക്ക് കഴിച്ച് നമ്മൾ കുറച്ച് കൂടുതൽ ഐറ്റംസ് ഓർഡർ ചെയ്ത് കഴിച്ച് ലാസ്റ്റ് എനിക്ക് തോന്നിയത് ഒരുപാട് എക്സ്പെൻസീവായിട്ടും എനിക്ക് തോന്നിയില്ല. ഒരു നോർമൽ റേറ്റ്, ദുബായിലുള്ള ഒരു നോർമലായിട്ടുള്ള കടകളിൽ നിന്ന് നമ്മൾ കഴിക്കുന്ന ആ ഒരു എക്സ്പെൻസേ എനിക്ക് തോന്നിയുള്ളൂ. കാരണം നമ്മൾ നല്ല ഐറ്റംസാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, കാര്യം എന്താ വെച്ചാൽ നല്ല ഒരു എക്സ്പെൻസ് ആവുമെന്ന് വിചാരിച്ചു. ഇല്ല. പിന്നെ അതിനുശേഷം ഇതാ ബീഫ് ബർഗറാണ്. ഇതും ഒരു രക്ഷയുമില്ല, ബീഫ് ബർഗർ. അപ്പോൾ ചീസും ഒക്കെ ഇട്ടിട്ട്, അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാവരുടെയും വയറ് നന്നായിട്ട് നിറഞ്ഞു. എങ്കിലും വേസ്റ്റ് ആക്കരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് കഴിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു.